ചീമേനി ഓപ്പൺ ജയിലിൽ ഏതാണ്ട് 2-2.5 വർഷക്കാലം തുടർച്ചയായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ചീമേനി എന്ന് പറയുന്നത് വളരെ വിദൂരമായിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആകെ സ്ഥലം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വടക്കേ അറ്റത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലം. അതിൻ്റെ ഭൂപ്രകൃതി വ്യത്യാസം, അതിൻ്റെ രീതികൾ വ്യത്യാസം, അവിടെ ഉള്ള പ്ലാന്റേഷൻ്റെയും തടവുകാരുടെയും രീതികളും ഒക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിയോഗിക്കപ്പെടുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട 1-2 പ്രശ്നങ്ങൾ. ഒന്ന്, ഈ 303 ഏക്കർ വിസ്തൃതിയുള്ള ഒരു പ്ലാന്റേഷനാണെങ്കിലും അവിടെ കൃഷിക്ക് ഉപയുക്തമായിട്ടുള്ള സ്ഥലം വളരെ കുറവാണ്. മുഴുവൻ ലാറ്ററേറ്റ് ആയിട്ടുള്ള നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു പ്ലാന്റേഷനുള്ളത് 14 ഏക്കറോളം വരുന്ന ഒരു കാഷ്യൂ പ്ലാന്റേഷനാണ്. മറ്റ് കൃഷിപ്പണികളെല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ നടുക്കുകൂടി ഒരു തോട് ഒഴുകുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ജലദൗർലഭ്യം വലിയ രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് അവിടെ. വെള്ളത്തിൻ്റെ സോഴ്സസ് വളരെ കുറവാണ്. കിണറുകളെ ആശ്രയിച്ചാണ് ജയിലിൽ വെള്ളം എടുക്കേണ്ടി വരുന്നത്. എന്നാൽ അതിന് അത്രയും പരിമിതികളുള്ളപ്പോൾ പോലും ഈ അധ്വാനത്തിൻ്റെ ഒരു മേന്മ കൊണ്ട് അവിടെ ഇല്ലാത്ത ഒരു സൗകര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. എല്ലാ പൗൾട്രി ഫാം ഉണ്ട്, പിഗറി ഉണ്ട്, ഡയറി ഫാം ഉണ്ട്, ആടുകളെ വളർത്തുന്ന സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ശരിക്കും ലാറ്ററേറ്റ് സ്റ്റോൺ കട്ടിങ് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകളിൽ നിന്ന് അധികമായിട്ട് ഈ കല്ലുകൾ വെട്ടിയെടുക്കുമ്പോൾ ലഭിക്കുന്ന മണ്ണ് അത് നിറച്ച് അവർ ഈ പാറപ്പുറത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം അന്ന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റ് എന്നുള്ള രീതിയിൽ, ജയിൽ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ടേണിംഗ് പോയിൻ്റ് എന്നുള്ള രീതിയിൽ ഈ പ്രിപ്പേർഡ് ഫുഡിൻ്റെ വ്യവസായത്തിലേക്ക് ജയിൽ വകുപ്പ് പ്രവേശിച്ചൊരു കാലമാണത്. കുക്ക് ചെയ്യുന്ന ഭക്ഷണം വിൽക്കുക എന്ന് പറയുന്ന രീതിയിൽ ചീമേനിയിൽ നിന്ന് അന്ന് വെളിയിൽ പൊതു സ്ഥലങ്ങളിൽ ജയിലിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബിരിയാണി വിൽപ്പന നടത്തുന്നുണ്ട്. അന്ന് പയ്യന്നൂരും കാഞ്ഞങ്ങാടും 2 ടൗണുകളിൽ ഈ യൂണിറ്റുകൾ വ്യവസായ അടിസ്ഥാനത്തിൽ ഫുഡ് മേക്കിംഗ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഈ കാര്യങ്ങളിലെല്ലാം തടവുകാർ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ചീമേനിയിലേക്ക് എത്തുന്നത്. ചീമേനിയിൽ ആകെ 200ഓളം തടവുകാരേ ഉള്ളൂ. 200 തടവുകാരുടെ ഒരു കപ്പാസിറ്റിയിലാണ് 200ഓളം തടവുകാരുള്ള ഒരു സ്ഥാപനമാണ്. അതിൻ്റെ കെട്ടിടങ്ങളൊക്കെ ആവശ്യത്തിന് ഇല്ല. ആശുപത്രി കെട്ടിടത്തിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പ്രവർത്തിക്കുന്നത്. ബ്ലോക്കുകളിൽ നിറച്ച് തടവുകാരുണ്ട്. അവർക്ക് പൊതുവായിട്ട് ഉള്ള ഒരു കൂടിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമില്ല, ഓഡിറ്റോറിയമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ അവർ ഒറ്റ മനസ്സോടുകൂടി കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ചീമേനി ഓപ്പൺ ജയിലിൽ നിന്നുള്ള എൻ്റെ സ്ഥലം മാറ്റം വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാണ്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഒരു 11-12 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ കാലയളവാണ് ഞാൻ ഉണ്ടായിരുന്നത്. ആ സമയത്ത് വീണ്ടും ഓപ്പൺ ജയിലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വീണ്ടും ക്ലോസ്ഡ് പ്രിസണിലെ സൂപ്രണ്ട്, പ്രത്യേകിച്ച് ഹാബിച്വൽ സ്വഭാവമുള്ള ഒരു ജയിൽ, ആ ജയിലിലേക്ക് മാറുന്ന ഉടനെ ഉള്ള ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അവിടേക്ക് വരുന്നുള്ളൊരു കാര്യം. വിയ്യൂർ സെൻട്രൽ ജയിലിൽ എൻ്റെ കാലയളവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ രീതിയിൽ പരീക്ഷണം സൃഷ്ടിക്കുന്ന യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളെയും എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നില്ല. ആ സമയത്ത് വളരെ സാധാരണമായിട്ട് ജയിൽ നടന്നു പോവുകയാണ് ചെയ്തത്. ആ സമയത്ത് എനിക്ക് ഓർക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഒരു അന്തേവാസി, വെളിയിലത്തെ ജോലികൾക്ക് നിയോഗിച്ചിരുന്നൊരു അന്തേവാസി ഒരു ചെറിയ ചരടിൽ ഒരു നിമിഷാർദ്ധം കൊണ്ട് തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്ന് എൻ്റെ കൺമുമ്പിലുള്ള ഒരു ചിത്രം. അത് സാധാരണ രീതിയിൽ ജോലിക്ക് നിയോഗിക്കപ്പെട്ടൊരു തടവുകാരനാണ്. ആ തടവുകാരൻ സാധാരണ പോലെ എല്ലാ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഒരു 10 പേരെയാണ് വെളിയിലത്തെ ഗ്യാങ്ങിലേക്ക് ജോലിക്ക് നിയോഗിക്കുന്നത്. 10 പേരും അതിനോടൊപ്പം ഒരു ഉദ്യോഗസ്ഥനും, അങ്ങനെ 11 പേരടങ്ങുന്നൊരു ഗ്യാങ്ങാണ് വെളിയിലേക്ക് ജോലിക്ക് പോയത്. 11 പേരടങ്ങുന്ന ഗ്യാങ്ങിനകത്ത് ഒരാൾ ഉദ്യോഗസ്ഥനാണ്, ബാക്കി ഒരാൾ പ്രധാനപ്പെട്ട തടവുകാരൻ, മേശരി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന തടവുകാരൻ, ബാക്കി 9 പേര് സാധാരണ തടവുകാർ. അങ്ങനെയുള്ള ഒരു ഗ്യാങ് എന്ന് അതിനെ പറയുക. ആ ഗ്യാങ്ങാണ് വെളിയിലത്തെ കൃഷിപ്പണികൾക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗ്യാങ്ങുകൾ ഈ ജോലികൾക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് വരുന്നു.
അവർ ബേക്കറി ഉണ്ട് അവിടെ, ബേക്കറി യൂണിറ്റിലേക്ക് അത്തരത്തിലുള്ള ഗ്യാങ്ങുണ്ട്. അതുപോലെ തന്നെ ചപ്പാത്തി യൂണിറ്റ് ഉണ്ട്, ബിരിയാണി യൂണിറ്റുകൾ, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ജോലികൾക്കൊക്കെ വേണ്ടിയിട്ട് ഓരോ ഗാർഡനും ഓരോ നമ്പറുണ്ട്, 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട്. ആ നമ്പറുകളിലുള്ള ഓരോ ഗാർഡനിലേക്കും ഇത്തരത്തിലുള്ള ഗ്യാങ്ങുകൾ വന്ന് ആ ജോലികൾ അവിടെ നിർവഹിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്യാങ്ങിൽപ്പെട്ട ഒരു തടവുകാരൻ, പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു 45-50 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. അയാൾ ഒരു മരത്തിലേക്ക് താഴെ ഉള്ള പച്ചക്കറി പടർത്തുന്നതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് ചരട് കെട്ടിക്കൊടുക്കുകയാണ്. ആ ചരടുമായിട്ട് ഈ മാവിൻ്റെ മുകളിലേക്ക് കയറിയ അയാൾ പെട്ടെന്ന് കഴുത്തിൽ ആ ചെറിയ ചരട് കഴുത്തിൽ കുരുക്കിട്ടിട്ട് ആ മരത്തിൽ കെട്ടി പെട്ടെന്ന് ചാടുക. വെളിയിലെ അത് സാക്ഷിയായിട്ട് ഉദ്യോഗസ്ഥരും മറ്റു തടവുകാരും നിൽപ്പുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് എൻ്റെ സിനിമയിലെ ചില രംഗം പോലെ പെട്ടെന്ന് ചെയ്യുകയും വളരെ പെട്ടെന്ന് അയാൾ തൂങ്ങി നിൽക്കുകയും പെട്ടെന്ന് ജീവനക്കാരും അതുപോലെ തന്നെ തടവുകാരും ഇടപെട്ട് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ആ പോക്കിൽ അയാൾ മരിച്ചു പോകും. ഇത് ഒരു ആത്മഹത്യ സംബന്ധിച്ച് അവിടെ വന്ന എൻ്റെ ഒരു അനുഭവമാണ്. മറ്റത് ജയിലിനുള്ളിൽ ജയിൽ ദിനാഘോഷങ്ങൾ നടക്കുകയാണ്, നാടകം ജയിലിനുള്ളിൽ നടക്കുന്നു. അതുവരെയും ജയിലിനുള്ളിൽ നിന്നിരുന്ന ഒരു തടവുകാരൻ, അത് ജയിലിലെ ചപ്പാത്തി യൂണിറ്റിൻ്റെ മേശരിയായിട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട തടവുകാരനാണ്. ആ തടവുകാരന് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. പെട്ടെന്ന് തന്നെ ജയിലിൽ തടവുകാരെ മുഴുവൻ രാത്രിയിൽ നാടകത്തിന് വേണ്ടിയിട്ട് ഇറക്കി നിർത്തിയിരിക്കുന്നു. അവർ മുഴുവൻ നാടകം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നെഞ്ചുവേദന അനുഭവിച്ച തടവുകാരൻ എൻ്റെ സമീപത്ത് നിൽക്കുകയായിരുന്നു. അവൻ മറ്റുള്ള തടവുകാരെ നിയന്ത്രിക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ട് എന്നോടൊപ്പം നിന്നിരുന്ന ഈ അന്തേവാസി, ഞാനുമായിട്ട് എപ്പോഴും ഇൻട്രാക്ഷനുള്ള ഒരു അന്തേവാസിയാണ്, തടവുകാരൻ. അയാൾക്ക് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ അയാളെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മുളങ്ങന്തുകാവിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ അയാൾ ആ യാത്രയിൽ മരിച്ചു പോകും. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഞാൻ സ്ഥലം മാറി വരുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പദവികളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കാണ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ ജയിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് അവിടെ സൂപ്രണ്ടായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു സന്തോഷവും അഭിമാനവും ആ സ്ഥാനത്ത് ഇരിക്കുക എന്ന് പറയുന്നതും ഒക്കെ ഒരു വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നും. അത് ഏറ്റവും കൂടുതൽ ജയിൽ അന്തേവാസികളുള്ള ജയിൽ, ഏറ്റവും ഭരണസ്ഥിരാകേന്ദ്രമായിട്ടുള്ള തിരുവനന്തപുരത്തെ ജയിൽ, എല്ലാ കാര്യങ്ങളിലും നടത്തുന്നതിന് സൗകര്യമുള്ള ജയിലുകൾ, പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളൊന്നും അവിടെയില്ല. ജീവനക്കാരുടെ എണ്ണം മറ്റ് ജയിലുകളിലൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ജീവനക്കാരുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് തൊട്ടടുത്തായതുകൊണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും സഹായവും എപ്പോഴും പെട്ടെന്ന് ലഭിക്കും. നഗര മധ്യത്തിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഏതാവശ്യവും ഏത് തരത്തിലുള്ള കാര്യങ്ങളും നിർവഹിക്കാൻ പറ്റുന്ന അവസ്ഥ എപ്പോഴും സെൻട്രൽ ജയിലിനുണ്ട്. അതൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ ഏതാണ്ട് 1.5 വർഷക്കാലമാണ് ഞാൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിട്ട് പ്രവർത്തിച്ചത്. ആ സമയത്ത് ആ ജയിലിൽ പ്രത്യേകിച്ച് സാധാരണ ഒരു സെൻട്രൽ ജയിലിനുണ്ടാകേണ്ട കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും വിഷമിപ്പിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ മാനസിക സമ്മർദ്ദം ഏറ്റുന്നതായിട്ടുള്ള വിഷയങ്ങളൊന്നും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഞാൻ പിന്നീട് പ്രമോഷനായിട്ട് വീണ്ടും ഈ മലബാർ ഭാഗത്തേക്ക് കോഴിക്കോട് മേഖലയിലേക്ക് വന്നു. പ്രമോഷൻ തസ്തികയായിട്ടുള്ള DIG എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. 2018 ഞാൻ പ്രൊമോഷൻ ലഭിച്ച് ഞാൻ കോഴിക്കോടിന് വന്നു. കോഴിക്കോട് മേഖലാ DIG എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കും. മേഖലയിൽ കുറേയധികം സ്ഥാപനങ്ങൾ ഉണ്ട്. ഒരു സെൻട്രൽ ജയിൽ, ഒരു ഓപ്പൺ ജയിൽ, സബ് ജയിലുകൾ, സ്പെഷ്യൽ സബ് ജയിലുകൾ, ജില്ലാ ജയിലുകൾ, അങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു മേൽനോട്ട ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റി. അവിടെ അന്ന് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഒരു 4ാമത്തെ സെൻട്രൽ ജയിലിൻ്റെ പണി കുറേ നാളുകളായിട്ട് അവിടെ തവന്നൂർ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ തവന്നൂർ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഒരു
മേൽനോട്ടവും ആ സമയത്ത് നിർവഹിക്കാൻ വേണ്ടി സാധിച്ചു. ഇത് ഒരു 8-9 മാസക്കാലം ഞാൻ നോർത്ത് സോൺ DIG ആയിട്ട് പ്രവർത്തിച്ചു. ആ സമയത്താണ് കേരളത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള വനിതാ ജയിലിലെ ഒരു ആത്മഹത്യ നടക്കുന്നത്. അത് സൗമ്യ എന്ന് പറയുന്ന അന്തേവാസി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പിണറായിയിലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ കുറേശ്ശെയായിട്ട് വിഷം കൊടുത്ത് കൊന്ന ഒരു കേസിലെ ആരോപണ വിധേയമായിട്ടുള്ള വിചാരണ തടവുകാരി ജയിലിനുള്ളിൽ വെച്ച്, വനിതാ ജയിലിനുള്ളിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ആത്മഹത്യകൾ എല്ലായ്പ്പോഴും ജയിലിനുള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്നതാണെങ്കിലും വനിതയുടെ ആത്മഹത്യ, വനിതാ ജയിൽ അന്തേവാസിയുടെ ആത്മഹത്യ, വനിതാ ജയിലിനുള്ളിൽ നടക്കുന്ന ആത്മഹത്യ അത്ര സാധാരണമല്ല. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കോഴിക്കോട് എന്നുള്ള എൻ്റെ സ്ഥലം മാറ്റം വീണ്ടും ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടറും സൗത്ത് സോൺ DIGയും ഒരു തസ്തികയാണ്. അപ്പോൾ ദക്ഷിണ മേഖലയിലെ സ്ഥാപനങ്ങളുടെ ചുമതലയും ട്രെയിനിങ്ങിൻ്റെ ഉത്തരവാദിത്വവും വഹിക്കുക എന്ന് പറയുന്ന വളരെ രസകരവും വളരെയധികം ആസ്വാദ്യകരവുമായിട്ടുള്ള ഒരു ജോലിയാണ് ഞാൻ ആ സമയത്ത് ചെയ്യുന്നത്. ആ സമയത്ത് 1-2 കാര്യങ്ങൾ, ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് കേരളത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാർ ചെയ്യുകയും അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇടയാവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു മേഖലയിൽ എനിക്ക് ഇടപെടാൻ സാധിച്ച ഒരു കാര്യം. പിന്നീട് ഞാൻ അവിടുന്ന് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് DIG എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഹെഡ് ക്വാർട്ടേഴ്സിലെ DIG എന്ന് പറയുമ്പോൾ DGPയുടെ കീഴിൽ ജോലി ചെയ്യുക എന്നുള്ളതും വകുപ്പ് അധ്യക്ഷനെ കാര്യങ്ങളിൽ സഹായിക്കുക എന്നുള്ളതുമാണ്. അതൊരു ഓഫീസിൻ്റേതായിട്ടുള്ള ഒരു നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അഖില കേരള അടിസ്ഥാനത്തിലുള്ള സ്ഥാപനങ്ങളുടെ എല്ലാം നിയന്ത്രണം വകുപ്പ് അധ്യക്ഷൻ നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു സഹായിയായിട്ട് അവിടെ പ്രവർത്തിക്കുക എന്നുള്ളതും അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ പോവുക എന്നുള്ളതുമാണ്. അങ്ങനെ പ്രവർത്തിച്ച സമയത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ കോവിഡ് എന്ന് പറയുന്ന വലിയൊരു രോഗത്തിൻ്റെ സ്പ്രെഡിൽ നിൽക്കുന്നൊരു സമയമാണ്. അന്ന് ജയിലുകളെ സംബന്ധിച്ചിടത്തോളം ജയിലുകൾ എങ്ങനെ പ്രവർത്തിപ്പിച്ചു കൊണ്ട് പോകണം എന്ന് നമ്മൾ വലിയ വിഷമത്തിലായി. ഒരിക്കലും ഇതിനു മുമ്പ് ഒരു മാതൃകയുമില്ലാത്ത തരത്തിൽ ഉള്ള ഒരു സാഹചര്യം വരുന്നു. എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെയാണിത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് അറിയാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി ജയിലുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒന്ന്, മുഴുവൻ പരോൾ ലഭ്യമാകാൻ അർഹതയുള്ള മുഴുവൻ തടവുകാരെയും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നു. ജയിലുകളുടെ എണ്ണം കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ജയിലുകൾക്ക് സമാന്തരമായിട്ട് കോവിഡ് നിരീക്ഷണ കേന്ദ്രങ്ങൾ പുറത്ത് സ്ഥാപിക്കുന്നു. അവിടേക്ക് തടവുകാരെ അഡ്മിഷൻ പ്രവേശിപ്പിക്കുന്നു. അത് പലപ്പോഴും ആശുപത്രികൾ, അതുപോലെ തന്നെ ഹോസ്റ്റലുകൾ, കോളേജ് ഹോസ്റ്റലുകൾ, അങ്ങനെയുള്ള ചില സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ്. മുഴുവൻ പേരെയും റിലീസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. സിസ്റ്റം പ്രവർത്തിപ്പിക്കണം. ഈ ജയിലിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പോകണം. പുറത്തു വിടാൻ പറ്റാത്തവരെ പുറത്തു വിടാൻ വേണ്ടിയിട്ട് കഴിയില്ല. പുറത്തു വിടാൻ കഴിയുന്നവരെ പരമാവധി പുറത്ത് അയക്കണം. ഇങ്ങനെയൊക്കെ കൂടി ജയിലുകളുടെ എണ്ണം പരമാവധി, ജയിലിലെ അന്തേവാസികളുടെ എണ്ണം പരമാവധി കുറച്ചുകൊണ്ടുള്ള ഒരു നടപടികൾ സ്വീകരിച്ച് അതിനെ എല്ലാ സംസ്ഥാനങ്ങളിലും കോടതികളുടെ നിയന്ത്രണത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നൊരു കാലമാണ്. അത് വളരെ അസാധാരണമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ജോലി ചെയ്യേണ്ടി വന്നത് ഒരു വലിയ പരീക്ഷണമായിരുന്നു. അതെല്ലാ ജയിൽ ജീവനക്കാരെയും പോലെ ഞാനും അഭിമുഖീകരിച്ചൊരു പ്രശ്നമാണ്.
അത് ഞങ്ങൾക്കിതിനൊന്നും ഒരു ഉപദേശവും എവിടെയെങ്കിലും തേടാൻ വേണ്ടി പറ്റില്ല, ഒരു മാതൃകയെ അവലംബിക്കാനില്ല, ആരോടും ചോദിക്കാനില്ല. അത് കിട്ടുന്ന ഉപദേശങ്ങൾ, കിട്ടുന്ന നിർദ്ദേശങ്ങൾ, അതിനോടൊപ്പം നമ്മളുടെ ബുദ്ധിയിൽ ഏറ്റവും പറ്റിയതായിട്ട് തോന്നുന്നത് പരസ്പരം ആലോചിച്ച് ഒക്കെ ചെയ്യുക എന്നുള്ള തരത്തിലേക്കായിപ്പോയി ആ കാര്യം. വെളിയിൽ നിന്നുള്ള സഹായങ്ങൾ വളരെ പരിമിതമായി. അതുപോലെ തന്നെ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കാതെ വരുന്നു. തടവുകാർക്ക് ഇത്തരത്തിലുള്ള മാരക രോഗം വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിക്കേണ്ട നടപടികൾ, ഇതൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വളരെ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്കൊക്കെ ഇടയാക്കിയ ഒരു അവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഈ സമയത്ത്. രോഗം വരാതെ കുറേ നാളുകൾ നമ്മുടെ കേരളത്തിലെ ജയിലുകൾ പിടിച്ചു നിന്നിരുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അത് പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെയൊക്കെ ഒരു ഒബ്സർവേഷൻ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, കേരളത്തെ അഭിനന്ദിച്ചുകൊണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് ആത്മാഭിമാനം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് ജയിലിലെ ജീവനക്കാർ മുഴുവൻ കൂട്ടമായിട്ട് അവർ എല്ലാവരും കോവിഡിനെതിരായിട്ടുള്ള ഒരു മുന്നണി സമരത്തിൽ നിന്ന് അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതായിരുന്നു എൻ്റെ സർവീസിലെ ഒരു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാലം. ആ സമയത്ത് ഓഫീസിലേക്ക് വിജനമായിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിലൂടെ ഒറ്റയ്ക്ക് വരികയും മടങ്ങിപ്പോവുകയും ചെയ്ത ഒരുപാട് ദിവസങ്ങൾ ഞാൻ ഇങ്ങനെ ഓർത്ത് വയ്ക്കാറുണ്ട്. ഞാനൊരു ചെറിയ കുടുംബത്തിൽ നിന്ന് ചെറിയ ആഗ്രഹങ്ങളുമായിട്ട് ജീവിതം ആരംഭിച്ച ഒരാളാണ്. എൻ്റെ കുടുംബത്തിൽ ഞാനും എൻ്റെ സഹധർമ്മിണിയും അതിനോടൊപ്പം എൻ്റെ ഒരു മകളും മാത്രം അടങ്ങുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അത് പലപ്പോഴും ജയിൽ ജീവനക്കാരൻ്റെ ജോലിയുടെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. എല്ലാ ജോലികൾക്കും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ ഞാൻ അഭിമുഖീകരിച്ച ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം പലപ്പോഴും ഈ ജയിൽ ഉദ്യോഗസ്ഥൻ അവൻ്റെ ജോലിയുടെ സമ്മർദ്ദം പലപ്പോഴും വിവരിക്കാനാവാത്ത തരത്തിലുള്ള സമ്മർദ്ദം പലപ്പോഴും ഉണ്ട്. അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം അയാൾ കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും ഈ സമൂഹത്തിന് ആവശ്യമില്ല എന്ന് തോന്നിയതോ, സമൂഹം ഉപേക്ഷിച്ചതോ, സമൂഹം ഇടപഴകാൻ വേണ്ടിയിട്ട് അനുവദിക്കാത്തതോ ആയിട്ടുള്ള ആൾക്കാരാണ്. നെഗറ്റീവ്സ് ഒരുപാടുള്ള ആൾക്കാരുമായിട്ടുണ്ട്. മാതൃകാപരമായിട്ടുള്ള ആരെയും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടും എണ്ണാൻ വേണ്ടിയിട്ടും ഇല്ല. അങ്ങനെയുള്ള അന്തേവാസികളുമായിട്ടുള്ള ഇടപഴകലിൽ, അതുപോലെ തന്നെ ആ ജോലി സ്ഥലത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്, ഒരിക്കലും മുൻകൂട്ടി കാണാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ, അത് അയാളിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, വളരെ ഫ്രഷായിട്ട് നമ്മൾ ജയിലിലേക്ക് കടന്ന് ചെല്ലുന്ന ഒരാൾ മനസ്സുകൊണ്ട് എല്ലായ്പ്പോഴും തടവുകാരുമായിട്ട് വലിയൊരു സംഘർഷത്തിലാണ്. കാരണം തടവുകാർ ഒരിക്കലും എന്തെല്ലാം നൽകിയാലും സംതൃപ്തരല്ലാത്തൊരു വിഭാഗമാണ്. സ്വമനസ്സോടുകൂടിയല്ല ആരും ജയിലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ജയിലിനുള്ളിൽ കഴിയണമെന്ന് ആരും ആഗ്രഹിക്കുന്നേയില്ല. അപ്പോൾ അങ്ങനെയുള്ള വളരെ അസംതൃപ്തരായിട്ടുള്ള, വളരെയധികം നെഗറ്റീവ്സ് ഉള്ള, ഒരിക്കലും നമ്മളോട് നന്ദിയോ കടപ്പാടോ ഉണ്ട് എന്ന് നമുക്ക് കരുതാൻ സാധിക്കാത്ത ഒരു വിഭാഗം ആൾക്കാരാണ്. അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് ഈ ജയിലിൻ്റെ വ്യവസ്ഥയോ ജയിലിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജീവനക്കാരോ എന്തെങ്കിലും സംഭാവന ചെയ്യുന്നുണ്ട് എന്നൊരിക്കലും തിരിച്ചറിയാത്തൊരു വിഭാഗമാണ് ജയിലിലെ അന്തേവാസികൾ. അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹമോ പരിഗണനയോ അല്ലെങ്കിൽ നമുക്ക് ചെല്ലുന്ന സേവനമോ ഒന്നും ആത്മാർത്ഥമായിട്ടുള്ളതായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മൾ ജയിലിലേക്ക് വരുന്ന ഫുൾ എനർജിയിൽ, പരിപൂർണമായിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജിയുമായിട്ട് ജയിലിനുള്ളിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥൻ വൈകുന്നേരം ഈ എനർജി കംപ്ലീറ്റായിട്ട് എക്സോസ്റ്റഡായിട്ട്, പരിപൂർണമായിട്ട് ഒഴിഞ്ഞ് ഒരു ചെറിയൊരു കാലി ഗ്ലാസ് പോലെയോ കാലി കുപ്പി പോലെയോ ആണ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. ആ മടങ്ങിപ്പോകുന്ന ഈ ജീവനക്കാരൻ അയാളുടെ മനസ്സിലുള്ള എല്ലാ നെഗറ്റീവ്സും
പിന്നെ സ്പ്രെഡ് ചെയ്യുന്നത് വീട്ടിനുള്ളിലാണ്. വീടിനുള്ളിൽ അയാളുടെ പ്രശ്നങ്ങളെല്ലാം അയാൾ അഴിച്ചുവിടുന്നതോ അല്ലെങ്കിൽ സ്വതന്ത്രമാക്കപ്പെടുന്നതോ, അതിൻ്റെ എല്ലാം ഭാരം പലപ്പോഴും ഈ കുടുംബത്തിലാണ് അനുഭവിക്കേണ്ടി വരിക. കുടുംബത്തിൻ്റെ കാര്യങ്ങളിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, എല്ലാ കാര്യങ്ങളെയും നെഗറ്റീവ് വശം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന ആളാണ് ജയിലിലെ ഉദ്യോഗസ്ഥൻ. അയാളെല്ലായ്പ്പോഴും അയാൾ കാണുന്നത് മുഴുവൻ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെയാണ്, ജീവിക്കുന്ന സാഹചര്യം നെഗറ്റീവാണ്. ജീവിതത്തിൻ്റെ രാത്രിയും പകലും കൂടുതൽ ചിലവഴിക്കുന്നത് ഈ നെഗറ്റിവിറ്റി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് ഈ നെഗറ്റിവിറ്റി അയാളിൽ എപ്പോഴും ഒരു സംശയത്തിൻ്റെ അവസ്ഥ സൃഷ്ടിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു ബസ് കാത്തു നിൽക്കുന്ന ഒരു സ്ത്രീ, ആ ബസ് കാത്തു നിൽക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ മകള് സ്കൂൾ ബസ്സിൽ വന്ന് ഇറങ്ങുന്നതിന് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സ്ത്രീയെ കാണുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു സംശയം, ഇവിടെ എന്തിനാണ് ഈ ആ സമയത്ത് 6 മണിക്ക് അല്ലെങ്കിൽ 6:30 ആരെ കാത്തു നിൽക്കുന്നു, എന്തിന് നിൽക്കുന്നു, ഇവരേതെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണോ എന്ന് പറയുന്ന തരത്തിലുള്ളൊരു സംശയം. അത് ഏത് കാര്യത്തിനകത്താണെങ്കിലും, ഒരാൾ നിൽക്കുന്ന ആൾ അവൻ പോക്കറ്റടിക്കാരനാണോ അതോ സാധാരണ മനുഷ്യനാണോ, അതല്ലെങ്കിൽ ഇവനെ എന്തെങ്കിലുമൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ സംശയിക്കുക എന്ന് പറയുന്നത് ഒരു ജയിലുദ്യോഗസ്ഥൻ്റെ ഒരു ഹസാർഡാണ്. കാരണം അയാൾക്ക് പരിചയമുള്ളതെല്ലാം ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് എപ്പോഴും അയാൾക്കുള്ളൊരു അവസ്ഥയാണ്. അത് ഉണ്ട്. ഇത് ഈ വീട്ടിലും ഈ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കുടുംബങ്ങളിൽ ജയിൽ ജീവനക്കാരൻ്റെ മാനസിക സമ്മർദ്ദം കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടാക്കുന്നു. ഇത് എൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളവും ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ പലപ്പോഴും ഇത് തന്നെ തുറന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള എൻ്റെ ഭാഗത്തെ വീഴ്ചകൾ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളണമെന്നുള്ള ഒരു അപേക്ഷ പലപ്പോഴും എൻ്റെ കുടുംബത്തിൽ ഞാൻ വെക്കാറുണ്ട്. അത് ആ ഒരു രീതിയിൽ എല്ലാ ജയിലുദ്യോഗസ്ഥൻ്റെയും കുടുംബങ്ങളിൽ ഈ ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് ജയിൽ ജീവനക്കാരൻ ഒരുപാട് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ആ കുടുംബം നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളത് ആ ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത് പലരുടെയും വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും പലപ്പോഴും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു നിരീക്ഷണമോ അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവമോ ആണ്.